ഏത് പാട്ടാ പാടുന്നത്? ഞാനും കൂടി സപ്പോർട്ട് ചെയ്യാം. ഏത് പാട്ടാ? കണ്ണിമാങ്ങ പ്രായത്തിൽ ഒന്ന് ഡാൻസ് കളിച്ച്. നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എൻ്റെ പുനാരേ, മാമ്പഴമാകട്ടെ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എൻ്റെ പുനാരേ, മാമ്പഴമാകട്ടെ. എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട് ചേച്ചി. തീർച്ചയായിട്ടും ഒരു കൈയടി കൊടുത്തപ്പോ. കാരണം ഇത്രയും ആൾക്കാരെ നടക്കുന്നപ്പോ ചേച്ചി അങ്ങനെ പാടിയിട്ടൊന്നും ചെയ്യില്ല എന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് മാത്രമല്ലേ പാടുന്നുള്ളൂ അല്ലേ? മുഴക്കുന്ന് ഗുണ്ടിക ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം മാർച്ച് 24, 25, 26. ഇന്ന് 26-ാം തീയതി കളിയാട്ടം അവസാനിക്കുന്ന ദിവസമാണ്. ഇന്ന് കുറച്ച് തെയ്യമൊക്കെ ഉണ്ട് ഇവിടെ. തെയ്യത്തിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ തെയ്യത്തിനെ കണ്ട് സന്തോഷിക്കുക, അതുപോലെ തന്നെ മനസ്സിനൊന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ നിൽക്കുന്നത് മുഴക്കുന്ന് ഗുണ്ടിക മഹാദേവി ക്ഷേത്രത്തിലാണ്. നമുക്ക് തെയ്യത്തെ ഒന്ന് കണ്ടിട്ട് വരാമല്ലോ അല്ലേ?
മുഴക്കുന്ന് ഗുണ്ടിക ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ കോമരം ഇവിടെയുണ്ട്. നമസ്കാരം. പേരെന്ന് പറയൂ? പേര് വിനീഷ് കുമാർ. വിനീഷ് കുമാർ. നിങ്ങളെ തറവാട് ക്ഷേത്രം, അച്ഛൻ്റെ അമ്മേൻ്റെ തറവാട് ക്ഷേത്രം അല്ലേ? അപ്പോൾ ഇവിടെ മാർച്ച് 24, 25, 26 തെയ്യം അല്ലേ? എന്തൊക്കെ തെയ്യം ഉള്ളത് ഇവിടെ ഉള്ളത്? പിന്നെ ഉത്തരമലബാറിൽ പിന്നെ വിശേഷിച്ച് അറിയിൽ ചുവന്നമ്മ, പിന്നെ ആയിക്കര പൂങ്കന്നി, പിന്നെ കന്നിക്കുരുമകൻ, പിന്നെ ബപ്പിരൻ, അതുപോലെ തന്നെ പിന്നെ ശാസ്ത്രപ്പൻ, ഗുളികൻ എന്നീ തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടാറുള്ളത്. 24-ാം തീയതി തുടങ്ങുന്നുണ്ട്. 24-ാം തീയതി കൊടിയില തോറ്റത്തോടുകൂടി തുടങ്ങും. അതിനു മുമ്പ് തൊട്ടേ അപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് കലവറ നിരക്കൽ ഘോഷയാത്രയായിട്ട് വന്നിട്ട് പിന്നെ മൂന്ന് തെയ്യത്തിൻ്റെ പിന്നെ കൊടിയില തോറ്റത്തോടുകൂടി അന്ന് സ്റ്റാർട്ട് ചെയ്യും. അന്ന് പിന്നെ കന്നിക്കുരുവൻ വെള്ളാട്ടം ഫസ്റ്റ് ദിവസം 24-ാം തീയതി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 25-ന് വൈകുന്നേരം മുതൽ പിന്നെ സാധാരണ തോറ്റങ്ങളൊക്കെ. അതുപോലെ പുലർച്ചെ ഗുളികൻ തെയ്യും, അതുപോലെ തന്നെ കന്നിക്കുരുവൻ തെയ്യും. 26-ന് പുലർച്ചെ ഗുളികൻ. കാർണോറ് തെയ്യം. കാർണൂർ തെയ്യമുണ്ട്. കാർണോറ് തെയ്യം അതിന്റെ തോറ്റമാണോ അല്ല വാൾപ്പയറ്റാണോ? കാർണൂർ തെയ്യുന്ന വാൾപ്പയറ്റാണ് ഫേമസ്. കാർണൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ കെട്ടിയാടുന്നത് ഇവിടെ പണ്ട് പിന്നെ വസിച്ചിരുന്ന തലമുറയിൽപ്പെട്ട കാർണൂർ സ്ഥാനം എന്നുള്ള ഇതിലാണ് നമ്മൾ കാർണൂർ ആദരിച്ചത്. ഇവിടെ പിന്നെ ഇപ്പം കെട്ടിയാടുന്നത് കുടിവീരം എന്ന് പറഞ്ഞിട്ടുള്ള തെയ്യത്തിന്റെ ഒരു കാർണൂർ സ്ഥാനത്ത് തോറ്റവും പയറ്റുകളാണ് ഇപ്പം നടന്നു വന്നിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് കളിയാട്ടം സമാപനമാണ് അല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാനും ഇവിടെ വരുന്നത്. അത് എൻ്റെ ഒരു സുഹൃത്ത് ആണ് ഇതിന് കാരണം. നമ്മുടെ അജയൻ മുഴക്കുന്നാണ്. അജയേട്ടൻ നമ്മുടെ സുഹൃത്താണ്. അതുമാത്രമല്ല ഇവിടെ ഒരു പ്രാവശ്യം വന്ന ആൾ പിന്നെ തക്കുറിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചൈതന്യമുള്ള ക്ഷേത്രമാണ്. പെട്ടെന്നാണ് ഇവിടുത്തെ പിന്നെ സാഹചര്യം പെട്ടെന്നാണ് അഭിവൃദ്ധി. അതായത് കോലക്കാരനായാലും തെയ്യം കെട്ടുന്ന കനലാടിക്കായാലും ഒക്കെ അവർക്കൊക്കെ സമൃദ്ധി ആണ് ഇവിടുന്ന് കെട്ടിയാടിയിട്ടുണ്ടായിരുന്നത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ സന്തോഷം നിറഞ്ഞു പോകുന്നത്. ഇപ്പം ഇന്ന് 26 എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലാകെ സങ്കടം കഴിഞ്ഞല്ലോ എന്നുള്ള സങ്കടം. കാരണം ഇനിയൊരു വർഷം കാത്തു നിൽക്കണമല്ലോ. പിന്നെ ഇവിടെ വേറെ വിശേഷം തുലാപ്പത്തിന് വെച്ച് നിവേദ്യം, അത് മാത്രമേ ഉള്ളൂ. വേറെ അത് വെച്ച് അത് ബ്രാഹ്മണ പൂജയാണ്. ഇവിടെ പിന്നെ നല്ല കർമ്മമാണ് ഇത്, വേറെ കർമ്മങ്ങളൊന്നുമില്ല. പിന്നെ മധ്യകർമ്മത്തിൽ ഉത്തമ കർമ്മത്തിലാണ് ഇവിടെ പൂജകളൊക്കെ നടക്കുന്നത്. ബ്രാഹ്മണനാണ് പൂജ നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ തുലാപ്പത്തിന് പിന്നെ ഭക്ഷണത്തോടു കൂടിയുള്ള തുലാപ്പുത്തരി ആഘോഷിക്കും. അത് വെറും പിന്നെ വെച്ച് നിവേദ്യം മാത്രം, ബ്രാഹ്മണസിന്റെ വെച്ച് നിവേദ്യം മാത്രമാണ്. തക്കുർത്തിക എന്ന് പറയും 24, 25, 26. അത് ഈ കുമാരധാരയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഐതിഹ്യങ്ങൾ, ശങ്കുണ്ണിമാലയുടെ ഐതിഹ്യങ്ങൾ കുമാരധാര എന്ന് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. ഉണ്ണിക കുമാരധാര, മർത്താണ്ഡവർമ്മ കുമാരധാര എന്നുള്ള ഐതിഹ്യത്തിൽ തന്നെയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് വലിയ ബന്ധങ്ങളുണ്ട്. 4 തറവാട്ടുകാരായിരുന്നു. അതിലിപ്പോൾ 2 തറവാട്ടുകാർ അന്യം നിന്നുപോയി, ഇല്ല. പക്ഷേ ഇപ്പം 2 പിന്നെ തറവാട്ടുകാർ കുന്നത്തും പൂവളത്തിലും. അതിൽ എൻ്റെ അച്ഛൻ പൂവളത്തിലും അമ്മ കുന്നത്തുമാണ്. അപ്പോൾ 2 അവകാശമുള്ള ഒരാളാണ് ഞാൻ. ചെറുപ്പത്തിൽ ഇവിടെ തന്നെയായിരുന്നു. അച്ഛൻ ഇവിടുത്തെ സ്ഥാനികനായിരുന്നു. അത് കഴിഞ്ഞ് അമ്മാവൻ, വിളയച്ചൻ. അപ്പം നമ്മൾ ഇവിടുത്തെ എല്ലാ ചലനങ്ങളും നമുക്ക് ഹൃദയസ്പർശമാണ്. അപ്പം ഇവിടുത്തെ തെയ്യം കഴിയുക എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര സങ്കടം. അത് എത്ര പ്രായം ചെല്ലുന്തോറും അതിൻ്റെ ഉത്സവം, നാടിൻ്റെ ഒരു ഉത്സവമാണ്. കാരണം കൂടിച്ചേരലൂടെയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടിച്ചേരുക എന്നുള്ളൊരു ഇതും കൂടിയാണ്. തെയ്യങ്ങളും കൂടി ചേരുന്നുണ്ട്. അതുപോലെ തറവാട് അംഗങ്ങളും അവര് മനസ്സുകളും പിന്നെ പുറത്തുള്ളവരും വിദേശത്തുള്ളവരും. ഇപ്പൊ വിദേശത്തുള്ളവർ കുറച്ചാൾക്ക് വരാൻ പറ്റിയില്ല, എന്നിരുന്നാൽ കൂടി അവരൊക്കെ ഫോണിലൂടെ വീഡിയോയിലൂടെ നമ്മുടെ നാടിന്റെ ഉത്സവമാണ്. നാടിന്റെ ഉത്സവമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും അതുപോലെ ഇവിടെ കമ്മിറ്റിക്കാരാണോ അല്ല? ഇത് പണ്ട് കാലങ്ങളിൽ അന്ന് തറവാട്ടുകാർക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഒരവസ്ഥയിൽ അതങ്ങനെ ഒരു കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തു. കമ്മിറ്റിയിൽ തന്നെ തറവാട്ട് അംഗങ്ങളെല്ലാം കൂടുതൽ ഉള്ള ഒരു കമ്മിറ്റിയാണ്. പൊതുവെ എല്ലാവരും ഉണ്ട്. അതിൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചടങ്ങുകളൊക്കെ കമ്മിറ്റിയാണ്, ജനകീയ കമ്മിറ്റിയാണ് പിന്നെ നടത്തി വരുന്നത്. അതിൽ എല്ലാവരുടെയും നല്ല സപ്പോർട്ടോട് അത് എടുത്തു പറയേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ടാണ്. അതെ, തീർച്ചയായിട്ടും. ഇതുപോലത്തെ സാറ് കണ്ടല്ലോ, ഇങ്ങനെ വിജയിക്കണ്ടെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ടാവുകയില്ല. ഞാനൊരു കണ്ടു ഒരുപാട് ഭക്തജനങ്ങളും അതുപോലെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷം. അതാണ്. അതെ. പിന്നെ വേറെ ഒരു കർമ്മങ്ങളും ഇവിടെ ഇല്ല. നല്ല കർമ്മത്തിൽ പ്രവർത്തിക്കുന്ന പിന്നെ പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് ആ ഒരു മനസ്സ് അതാണ്. പിന്നെ ഇവിടെ കോലം കെട്ടുന്നവര് വണ്ണാമാരും മലയന്മാരാണ്. വണ്ണാമാരെയാണ് ഈ പറഞ്ഞ അറിയിൽ ചോന്നമ്മി, പിന്നെ കന്നിക്കുരുമകൻ, ആയിക്കര പൂങ്കന്നി, പിന്നെ പപ്പിരിയ, കാർണവറൊക്കെ കെട്ടുന്നത്. പിന്നെ മലയവിഭാഗത്തിൽപ്പെട്ടവരാണ്. പിന്നെ ശാസ്ത്രപ്പൻ, ഗുളികനൊക്കെ കെട്ടിയാടുന്നത്. അവരൊക്കെ കാട്ടിയത്തുള്ളവരാണ്. തളിപ്പറമ്പ് കാട്ടിയത്തുള്ളവരാണ്. ഇതാണ് ഈ അമ്പലത്തിന് പൊതുവായിട്ടുള്ള ഒരിത്. ഇനി വീണ്ടും വരണം എന്നുള്ളൊരു
എല്ലാവരും വരിക. അടുത്ത വർഷത്തിൽ നമ്മൾ ഇപ്പോഴേ ക്ഷണിക്കുന്ന അടുത്ത വർഷത്തേക്ക്. അടുത്ത വർഷം മുൻകൂർ. അപ്പൊ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്, പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഈ ഒരു ദിവസം അന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത വർഷം എല്ലാ ഭക്തജനങ്ങളും നമ്മളെ ഒന്ന് ഗുണ്ടിക ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്ക് അഡ്വാൻസ് ആയിട്ട് സ്വാഗതം ചെയ്തു.
ഇവിടുത്തെ എല്ലാമായ കുറച്ച് സുന്ദരി ചേച്ചിമാരുണ്ട് ഇവിടെ. അവരുമായിട്ടൊന്ന് പരിചയപ്പെടുക. കാരണം ഇവരാണ് മാസങ്ങൾക്ക് മുൻപ് ഈ ഉത്സവം നടത്താനും എന്താ പറയേണ്ടത്, ഇവരാണല്ലോ. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് പത്മിനി. ആ, പിന്നെ കുണ്ഡിക മഹാദേവി ക്ഷേത്രത്തിന്റെ മാതൃസമിതിയിൽ 1 മാസം 2 മാസം തെയ്യം വന്ന് കുറിച്ചിന് അന്ന് മുതൽ തീവ്രമായ പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം എങ്ങനെയാണെങ്കിലും കൂപ്പൺ വിറ്റിട്ടാണെങ്കിലും നമ്മളെ അധ്വാനം കൊണ്ടായാലും എങ്ങനെയായാലും നമ്മൾ ഇവിടുത്തെ മഹാദേവി ക്ഷേത്രത്തിന്റെ മുന്നിട്ട് നിൽക്കും. അതാണല്ലോ പറയുന്നത് ചേച്ചിമാരാണ് ഇവിടുത്തെ പ്രധാനികളുടെ പേരെന്താ? പുഷ്പ. ചേച്ചി ഇവിടെ തന്നെ മാതൃസമിതിയിലുള്ളതാണ്. ഇവിടെ തന്നെ തെയ്യം കുറിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ അധ്വാനം നമ്മളെ ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അർപ്പിച്ചിരിക്കുന്നല്ലേ. പേര്? സ്മിത. പറയൂ. മാതൃസമിതിന്റെ അംഗം എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനം മാത്രമല്ല, ഇവര് എന്താണ് കൈകൊട്ടിക്കളി അങ്ങനെയുള്ള കുറെ കലാപരിപാടികളൊക്കെ ഇവരെ വക ഉണ്ട് അല്ലേ? അതൊക്കെ കഴിഞ്ഞ സരസ്വതി മഹാസമിതി അംഗാണ്. സരസ്വതി മഹാസമിതി അംഗാണ്. നമ്മൾ അമ്പലത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നത്. രാവും പകലെല്ലാം പ്രവർത്തനം തന്നെ. എൻ്റെ പേര് സുജാത. ഇതുപോലെ മാതൃസമിതി അംഗമാണ്. നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഇത്. നമ്മുടെ മുഴക്കുന്ന ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവം തന്നെ. അത് നമ്മൾ ഗംഭീരമായിട്ട് തെയ്യം കുറിച്ച് മുതൽ നമ്മളത് അതിൻ്റെ പിന്നാലെ തന്നെ ഇന്ന് ഈ സമയം വരെ നമ്മൾ മനസ്സ് ശരീരം അർപ്പിച്ചല്ലേ. പേര് പറയൂ. മഞ്ജുഷ. ഞാൻ എന്തോ ചോദിക്കാൻ കൊണ്ടുവന്നായിരുന്നു, ഞാൻ മറന്നുപോയി. പറയൂ. ഡാൻസ് അങ്ങനെ എന്താ? കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം. നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ല ഇപ്പം പൂരം മഹോത്സവം അങ്ങനെ കളിക്കല്ലേ തിരുവാതിരയിലും അല്ലേ? പ്രോഗ്രാമെല്ലാം ചെയ്യാറുണ്ട്. സ്റ്റേജ് കിട്ടിയാൽ ചെയ്യും അല്ലേ? അടിപൊളി. പേര്? റീത. ഇത് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം. കാരണം ഇവര് ഒരുപാട് ശരിക്കും ഇവര് അർപ്പണം തന്നെയാണ്. ഈ മാസങ്ങൾക്ക് മുൻപേ നമ്മൾ ആണുങ്ങൾ കുറച്ച് അല്പം മടി കാണിക്കും ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് ഒക്കെ. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സും ശരീരവും അർപ്പിച്ചിട്ടുണ്ട് അല്ലേ? പേര്? ഷീജ. പറയൂ. നമ്മുടെ ഈ ഒരു എന്താ പറയുക ഉത്സവമാണ് നാടിന്റെ. എല്ലാവരും ഭയങ്കര ഉത്സവമായിട്ട്. ഞാൻ ഇവിടെ ചോദിക്കാൻ വിചാരിച്ച നിങ്ങളോട് ചോദിക്കാം. ഇന്ന് സങ്കടമില്ലേ നിങ്ങൾക്ക്? അല്ലേ? കഴിയുന്ന ആ ഒരു സങ്കടം. അതായത് 2 മാസം കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മളെ മനസ്സ് ശരീരം അർപ്പിച്ച് ഇന്ന് ലാസ്റ്റ് ദിവസമായോണ്ട് കണ്ണീരും കൊണ്ടാണോ പോവുക? സത്യല്ലേ? അല്ലേ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് നിങ്ങളെ കേട്ടോ. എവിടെയോ കണ്ടതായിട്ട് തോന്നുന്നു. എൻ്റെ പേര് അജിത. ഇപ്പോൾ ഏകദേശം നമ്മൾ 2 മാസത്തോളമായിട്ട് ഇതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പങ്കെടുത്ത് എന്താ പറയുക എല്ലാം സന്തോഷകരമായിട്ടുള്ള ഒരു ഒത്തൊരുമയായിരുന്നു. നമ്മൾ 10-12 പേരുണ്ട് മാതൃസമിതിക്കാർ. എല്ലാവരും എല്ലാ ഇതിലും പങ്കെടുത്ത് എല്ലാം സന്തോഷകരമായിട്ട്. എൻ്റെ പേര് ശകുന്തള. മാതൃസമിതിയിൽ ഒരു അംഗമായിട്ട് ശകുന്തള. മാതൃസമിതിയിൽ ഒരു അംഗമായിട്ട് ഒരു മാതൃസമിതി ഒരു അംഗമായിട്ട് കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ട് കൂപ്പൺ മുറിക്കാനായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഓരോ പ്രവർത്തനത്തിനും പങ്കെടുക്കും. ഇത്രയും നാൾ നമുക്ക് ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഉത്സവം എത്തട്ടെ എന്ന് അല്ലേ? ഉത്സവം നടന്നിപ്പോ 3 ദിവസം ഉത്സവം നന്നായിട്ട് ഭംഗിയായിട്ട് നടന്ന് ഇനിയിപ്പോ ഇന്ന് കലാശം ആണ്. കലാശക്കൊട്ട്, കൂടിയാട്ടം, അങ്ങനെയൊക്കെ. ഒരു മനസ്സിനൊരു വിഷമം എന്നെയും കൊണ്ട് നമ്മൾ എനിക്കും വിഷമമാണ്. എന്തായാലും നിങ്ങളെല്ലാം കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. പിന്നെ ഈ ക്യാമറ ചെയ്യുന്ന ആൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം എൻ്റെ സ്ഥലമാണ് പറയേണ്ടത്. ഞാൻ കണ്ണൂർ ജില്ലയിലെ കൂടാളിയാണ്. എൻ്റെ പേര് ഗോപാൽജി, സുരേഷ് ഗോപാൽ എന്നാണ്. അപ്പം നമ്മൾ യൂട്യൂബിലും കാണും, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ്, ഇതിലൊക്കെ നമ്മൾ കാണും. അപ്പോൾ അടുത്ത വർഷം ഇതിനേക്കാളും ജനങ്ങൾ പല നാട്ടിൽ നിന്നും, കേരളത്തിൻ്റെ തന്നെ പല നാട്ടിൽ നിന്നും അറിയപ്പെടുന്നതെല്ലാം പല നാട്ടിൽ നിന്നും വരണം അല്ലേ? അപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് എല്ലാവരെയും അടുത്ത വർഷത്തേക്ക് ക്ഷണിച്ചതായിട്ട് എല്ലാവരെയും അടുത്ത വർഷത്തേക്ക് ഇതേ മാർച്ച് 25, 24, 25, 26 ദിവസങ്ങളിലേക്ക് എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഇപ്പം എന്തെങ്കിലും നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്യുന്ന
സ്റ്റെപ്പ് ചെയ്യുന്നവര് ചെയ്യുന്ന പക്ഷെ കാണിച്ചാൽ ഞാനും കൂടെ ചെയ്യുന്നുണ്ടാ?
ഒച്ചയുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് സുന്ദരികളുണ്ട്. അവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാം ആയത്. നമുക്ക് അവരെ കാണാൻ പരിചയപ്പെടാം. ഏട്ടന് അമ്മാവന്ന് വിളിക്ക്. അവിടുന്ന് എന്താ വിളിച്ചേ? ഏട്ടന് അമ്മാവാന്ന് വിളിക്ക്. ബാബന്റെ പേര് പറഞ്ഞേ? അശ്മിൻ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സ്കൂളിന്റെ പേര്? നല്ലോണം പഠിക്കുവാ? ഇതാരാ? അച്ചമ്മയാണല്ലേ? ആ, നല്ല അച്ചമ്മയും പോലും. സുന്ദരനെ കണ്ട ഒരു ഫോട്ടോ എടുക്കാൻ തോന്നിപ്പോണു. എന്താണെങ്കിലും ഉറപ്പാ നീ പാടുന്നറിഞ്ഞല്ലോ. എന്റെ പേരെന്താ? മയൂക. മയൂക എന്തായാലും നന്നായിട്ട് പാടും, ഉറപ്പാണ്. ഒരു പാട്ട് പാടിക്കൂടെ നമുക്ക്? ഒരു പാട്ട്. ചേച്ചി നമസ്കാരം. പേര്? സുജാത. ചേച്ചിയോട് സംസാരിക്കുമ്പോൾ എൻ്റെ കൈ വറക്കുന്ന അതെന്താ? മാത്രമല്ല എനക്കൊരു ചെറിയൊരു നാണം കൂടി വരുന്നു. മാതൃസമിതിയുടെ ലീഡറാണല്ലേ? അല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല, തീരെ ഒരു എന്താ പറയേണ്ടത്, എളിമ അല്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു അഹങ്കാരമൊന്നുമില്ല. അതൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ പ്രവർത്തനം? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. അങ്ങനെ പറയാൻ പറ്റും. ചേച്ചി പാട്ട് പാടുവോ?
പാട്ടൊന്നും പാടൂലപ്പ. എന്തെങ്കിലും രണ്ടുപേര് ഈ അടുക്കളയൊന്നും എല്ലാം പാടൂലേ? പാടും ചേച്ചി, രണ്ടുപേര് പാടിയ ഏത് പാട്ടാ പാടുന്നത്? ഞാനും കൂടി സപ്പോർട്ട് ചെയ്യാം. ഏത് പാട്ടാ? കണിമാങ്ങ പ്രായത്തിൽ ഒന്ന് ഡാൻസ് കളിച്ച. നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുനാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുനാരേ, മാമ്പഴമാകട്ടേന്ന്. എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട് ചേച്ചി. തീർച്ചയായിട്ടും ഒരു കൈയടി കൊടുക്കപ്പാ. കാരണം ഇത്രയും ആൾക്കാരെ നടുക്കുന്ന ഇപ്പൊ ചേച്ചി അങ്ങനെ പാടിയിട്ടൊന്നും ശീലമില്ല എന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് മാത്രമല്ലേ പാടുന്നുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇനിയും അടുത്ത വർഷത്തേക്ക് പാട്ട് നന്നായിട്ട് പഠിക്കുക. അടുത്ത വർഷത്തെ പ്രോഗ്രാമിന് നന്നായിട്ട് ഒരു പാട്ടും കൂടി പാടുക കേട്ടോ. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. കൊടുകൈ പേഴ്സ് നിറച്ചും പൈസയാണോ? പൈസയല്ല, കൊടുക്കണ്ട പൈസ. അടിപൊളി. പ്രീതന്റെ ഇടക്കൊക്കെ ഇത് പിടിച്ച് വീഡിയോ എടുക്കും. ഇത് പിടി ഒന്ന് അയച്ചാൽ മതി കേട്ടോ. ഇതിന്റെ ഫോണ് ക്ലിയർ ഇല്ല. പിടിക്കുന്നതല്ല, തന്നെ പിടിക്കും. അത് യുദ്ധത്തിന് പോകണ്ട, ആടൊന്നും വേണ്ട. വെള്ളം എടുക്കാം, നോക്കട്ടെ. വെച്ചാലും വായിച്ചാടുന്നാ നോക്കട്ടെ. അതിൻ്റെ ഉള്ളിലൊന്നുമില്ലേ? വീഡിയോ എടുക്കുക. എന്തോ ഉണ്ട്, അയച്ചാട്ടാ. എന്തോ ഉണ്ടല്ലോ അതിൽ. ഇതങ്ങനെ അയക്കാൻ വരുന്നല്ല. ആവശ്യമില്ലാ സമയം കണ്ട എന്നെ കണ്ടിട്ട് യൂട്യൂബർ ആണോ ചോദിച്ചൊരു കുഞ്ഞു മോൻ അല്ലേ? എൻ്റെ കൂടി ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞാണ്. എന്തായാലും ഫോട്ടോ മാത്രമല്ല വീഡിയോ എടുത്തിരിക്കുന്നത്. സന്തോഷമായ ഒരു ഡാറ്റ പറഞ്ഞ എല്ലാവർക്കും. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്ത നമ്മുടെ സ്വന്തം അശ്വന്ത് അല്ലേ? അശ്വന്ത് കൊൽത്തുരുത്തി. അതെ, അശ്വന്തായിരുന്നു ഇവിടെ ബപ്പിരിയൻ കെട്ടിയിരുന്നത്. അത് അവന്റെ പിന്നെ അച്ഛന്റെ ജ്യേഷ്ഠനായിരുന്നു ഇവിടെ ജമ്മാരി. അതെ അല്ലേ? കൃഷ്ണൻ പെരുവണ്ണാൻ കാട്ടിയാണ്. അവരെ അനിയനായിരുന്നു അശ്വന്തിന്റെ അച്ഛൻ. അപ്പം ചെറുപ്പത്തിലേ ഇവിടെ വരുമായിരുന്നു. ഒരു 5-6 വർഷം മുമ്പ് ഇവിടുന്ന് പിന്നെ ബപ്പിരാൻ തെയ്യം കെട്ടിയായിട്ടാണ് തുടങ്ങുന്നത്. അശ്വന്ത് ഇവിടെയാണ് തുടങ്ങുന്നത്. യശ്വന്ത് ഇവിടെ മുന്നേ ചെറിയ ബപ്പിരാൻ തെയ്യം കെട്ടിയിട്ട് ഇവിടുന്നാണ് ഫേമസ് ആയത്. ഇവിടുന്ന് അന്ന് ഇത്ര യൂട്യൂബ് ഇതില്ല, ഓൺലൈൻ മീഡിയ ഇല്ല. പിന്നെ നമ്മൾ പ്രാദേശിക ചാനലിൽ കൂടെ വന്നിട്ട് ആണ് കൂടുതൽ അറിയുന്നത്. എന്തായാലും അശ്വന്ത് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അശ്വന്തിന്റെ ജ്യേഷ്ഠനാണ് ഇപ്പൊ ഈ ആയിക്കര പൂങ്കന്നി കെട്ടിയ കോലം കെട്ടിയ പിന്നെ കനലാടി. അശ്വന്തിന്റെ ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകൻ. പേര് കുട്ടൻ. ഷാനു ആണോ? ഷാനു അല്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ അശ്വന്തിന്റെ ആ ഒരു ഓർമ്മ ഇല്ലായ്മ നികത്താനാകാത്ത വിടവാണ്. അതൊരു എന്താ പറയുക, ചെറിയ പ്രായത്തിൽ തന്നെ അറിഞ്ഞ ഒരു കനലാടി, എല്ലാം തികഞ്ഞൊരു കനലാടി. തീർച്ചയായിട്ടും അതാണ് അശ്വന്ത്. എല്ലാവരുടെ ഹൃദയങ്ങളിലും, എല്ലാ തെയ്യപ്രേമികളുടെ ഹൃദയങ്ങളിലും അശ്വന്ത് ഒരിക്കലും മറക്കില്ല. ബാവേ, അപ്പോൾ നമ്മൾ ഇതുവരെയും കുറച്ച് തെയ്യങ്ങളൊക്കെ കണ്ട് മാത്രമല്ല ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയും അങ്ങോട്ട് അടുത്ത വർഷത്തേക്ക് ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. മുൻകൂർ
അടുത്ത മാർച്ച് 24-25 ക്ഷണിച്ചിട്ടും മതി വരുന്നില്ല. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം എല്ലാവരും പിന്നെ വരിക, ഡേറ്റ് ഓർമ്മിക്കുക. കുറേ പ്രാവശ്യം ക്ഷണിച്ചു, അപ്പോൾ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വന്ന് സംഭവിക്കട്ടെ അല്ലേ. ശാന്തി, സമാധാനം, സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം എല്ലാവർക്കും നേരുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.